നാളെ എന്താകും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഈ സമയം പാഴാക്കാതെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന യിരെമ്യാ പുസ്തകം അതിൻ്റെ 51-ാം അധ്യായമാണ്. 51-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാബേലിനോടുള്ള യിരെമ്യാവിൻ്റെ ന്യായവിധി, അതായത് ദൈവത്തിൻ്റെ ന്യായവിധി യിരെമ്യാവ് ബാബേലിനോട് പറയുന്ന ഒരു അധ്യായമാണ്. 50-ാം അധ്യായത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് നമുക്ക് പറയാം. ഈ 51-ാം അധ്യായം നോക്കുകയാണെങ്കിൽ യിരെമ്യാ പുസ്തകത്തിലെ തന്നെ വലിയൊരു അധ്യായമാണ് ഈ 51-ാം അധ്യായം. അതിനാൽ തന്നെ ഞാനിത് മുഴുവൻ ചിന്തിക്കുകയല്ല, അതിൽ നിന്ന് നമുക്കൊരു വാക്യം എടുത്ത് വായിക്കാം. അതിൻ്റെ 17-ാം വാക്യം: ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അവ മായയും വൃദ്ധപ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ ഇവയെപ്പോലെയല്ല. അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ ഈ ഒരു വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അധ്യായത്തിൻ്റെ നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു വാക്യമാണിത്. അതായത് നമ്മുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയാണ് ഇതിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റി, നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനാണ് എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ യെശയ്യാ പുസ്തകം നോക്കുകയാണെങ്കിൽ യെശയ്യാ പുസ്തകം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 44-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന തട്ടാന്മാരെ പറ്റി അതിനകത്ത് വായിക്കുന്നുണ്ട്. അവരുണ്ടാക്കുന്ന വിഗ്രഹത്തിന് അവരുണ്ടാക്കുന്ന വിഗ്രഹത്തിന് എന്താണ് പ്രയോജനം? അത് വെറുതെ ഉണ്ടാക്കി തൻ്റെ മനുഷ്യൻ്റെ കൈയാൽ അതിനെ നിർമ്മിച്ച് അതിനെ കൊണ്ടൊരു ദേവാലയത്തിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ കൊണ്ടുവച്ചാൽ അതിനെന്താണ് പ്രയോജനം? നമ്മൾ വചനം വായിക്കുന്നുണ്ട്, അവയ്ക്ക് വായനകൾ സംസാരിക്കുന്നില്ല. അവ നിർമ്മിക്കുമ്പോൾ അവർക്ക് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്. പക്ഷെ ആ അവയവങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം അതൊരു വെറും ഒരു വിഗ്രഹം മാത്രമാണ്. എന്നാൽ അപ്രകാരമുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കൂടാരമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മരത്തിലോ വാസം ചെയ്യുന്നൊരു ദൈവമല്ല. സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ, സകലത്തെയും സൃഷ്ടിച്ച, സകലത്തിനും ജീവൻ നൽകിയ ജീവനുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ നമ്മൾ യെശയ്യാവിൻ്റെ തന്നെ 45-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, അവൻ തന്നെ ദൈവം ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ നിർമ്മിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അവൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. അപ്പോൾ അവൻ തന്നെ യഹോവ, ഈ ഭൂമി ഉണ്ടാക്കിയ, ഭൂമണ്ഡലങ്ങളെ ഉണ്ടാക്കി, മനുഷ്യനെ സൃഷ്ടിച്ച, മൃഗങ്ങളെ സൃഷ്ടിച്ച, സകലത്തെയും ചമച്ച ദൈവം വേറൊരുത്തനുമല്ല. അവൻ തന്നെ യഹോവ, അവൻ തന്നെ ദൈവം. നമ്മുടെ ദൈവമാണ് ആദിയും അന്തവും, അൽഫയും ഒമേഗയും. നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്രയും ശ്രേഷ്ഠനായ ഒരു അപ്പനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ബാബേൽ ജനത്തോട് യിരെമ്യാവ് പ്രവചനത്തിലൂടെ ന്യായവിധി കൽപ്പിക്കുമ്പോഴും ആ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എത്രയോ തീക്ഷ്ണതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുമ്പോഴും അല്ല ദൈവത്തിൻ്റെ ജനങ്ങളൊക്കെയും പാപത്തിലേക്ക് പോകുന്ന ഓരോ അവസ്ഥയിലും ദൈവം പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന് ആ സമയം ദൈവം തൻ്റെ കരം പിടിച്ച് ഉയർത്തും തൻ്റെ ദാസനിലൂടെ താൻ എന്ത് ചെയ്യുന്നുണ്ട്? ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താൻ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് അവരൊക്കെയും ദൈവസ്ഥാനത്തിലേക്ക് അടുത്ത് വരാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് പഴയ നിയമകാലത്തിലാണ്. എന്നാൽ പുതിയ നിയമകാലത്ത് നമ്മൾ വരികയാണെങ്കിൽ പാപത്തിന് എല്ലാമായി ഒരുവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി എന്തെങ്കിലും ക്രൂശിൽ തറച്ചു. അവനിലൂടെ നമുക്ക് പാപത്തിന് പരിഹാരമുണ്ടായി. നമ്മുടെ തെറ്റുകൾക്ക് ഒരു പരിഹാരം, നമ്മുടെ പാപങ്ങൾക്ക് എന്നേക്കും, ഒരാൾക്ക് മാത്രമല്ല, ഭൂമിയിൽ താൻ സൃഷ്ടിച്ച തൻ്റെ ജനത്തിന് മുഴുവൻ പരിഹാരമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ യാഗമായി തീർന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നോക്കണ്ട. നമ്മുടെ ചുറ്റുമുള്ളത് പല രീതിയിലും പലരും ജീവിക്കാം, അല്ലെ പല രീതിയിലും പല അവസ്ഥകളുടെയും പലരും കടന്നു പോകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, എത്ര വലിയ ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഈ ദൈവത്തെ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവത്തെ അറിയുവാൻ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ മകളൊന്ന് വിളിക്കപ്പെടുവാൻ നമുക്കൊരു യോഗ്യതയുമില്ല. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം പാപത്തിലായിരുന്നു, എത്രത്തോളം
അവസ്ഥകളിലായിരുന്നു. എന്നാൽ ദൈവം നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വരുമ്പോഴും ദൈവം ഓരോരുത്തരിലൂടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടും നമ്മളെ ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അത് അനുഭവിച്ചറിയാറുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ അവസ്ഥകളൊക്കെയും ദൈവം എന്നെ ചില ശിക്ഷകൾ നൽകി അല്ലെങ്കിൽ ചില രീതിയിൽ ദൈവത്തോട് അകന്നു പോകുന്ന അവസ്ഥയിൽ ദൈവം പലരിലൂടെയും പല വചനത്തിലൂടെയും ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആകാം ദൈവം തന്നോട് വീണ്ടും അടുപ്പിക്കുന്ന ഒരു സ്നേഹം ഞാൻ പലപ്പോഴും തിരിച്ചറിയാറുണ്ട്. എത്ര പേര് ഈ ദിവസങ്ങളിൽ ആ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്? ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ ദൈവത്തെ വിളിച്ച വിശ്വം നമുക്ക് ലഭിച്ച ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. നമുക്ക് ഈ ഭൂമിയിൽ എത്രത്തോളമാണ് നമ്മുടെ ആയുസ്, എത്രത്തോളം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമുക്കറിയില്ല. നാളെ എന്താകും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഈ സമയം, ഇപ്പോൾ ഈ കിട്ടുന്ന ഒരു നിമിഷം പോലും ദൈവത്തിന് കൊടുക്കേണ്ട ഒരു നിമിഷം പോലും പാഴാക്കാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് മുറുകെ പറ്റി, ദൈവത്തോടുള്ള സ്നേഹത്തെ മുറുകെ പറ്റി. നമ്മുടെ അപ്പൻ നമ്മളെ വിളിച്ചപേക്ഷിച്ചത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്, ദൈവത്തിന് സാക്ഷിയാകാനാണ്. അപ്രകാരം ദൈവത്തിന് പ്രയോജനമുള്ള ജീവിതങ്ങളായി പുറത്തു വരാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നമ്മളിലൂടെ അനേക ദൈവത്തെ കണ്ടുകൊണ്ടുവനിടയായി തീരട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.